സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മൊത്തം 46 ഓപ്ഷനുകൾ. ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ഓപ്ഷണൽ പിക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുകളെ ഞാൻ പരിചയപ്പെടുത്താം. ആ ഓപ്ഷനുകളിൽ എന്തെല്ലാം പഠിക്കാമെന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. ഒപ്പം ആ ഓപ്ഷനുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രയോജനമുണ്ടാവുമെന്നുള്ളതും ഞാൻ വിശദീകരിക്കാം. വീഡിയോയിലേക്ക് ആദ്യമായിട്ട് മലയാളം ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഓപ്ഷണലിനെ പരിചയപ്പെടുത്താം. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ എടുക്കുന്ന, ഏറ്റവും കൂടുതൽ വിജയികൾ ഉണ്ടാവുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് മലയാളം ലിറ്ററേച്ചർ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളം ലിറ്ററേച്ചർ കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടെ പരിചിതമാണ് എന്നുള്ളതാവണം കൂടുതൽ കുട്ടികൾ മലയാളം ലിറ്ററേച്ചർ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് സക്സസ് റേറ്റ്, UPSCയുടെ സക്സസ് റേറ്റ് എന്താണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. സക്സസ് റേറ്റ് ഏകദേശം 10% മുകളിലുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് മലയാളം ലിറ്ററേച്ചർ. പ്രധാനമായിട്ടും മലയാളം ലിറ്ററേച്ചറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലാംഗ്വേജിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും ഹിസ്റ്ററിയാണ്. ഇതാണ് ഒന്നാമത്തെ പേപ്പറിൻ്റെ ഉള്ളടക്കം. രണ്ടാമത്തെ പേപ്പറിലാവട്ടെ നിങ്ങൾക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ചില പോയംസും സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോസസ്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നോവലുകളുണ്ട്, ചെറുകഥകളുണ്ട്, നാടകങ്ങളുണ്ട്, ലിറ്റററി ക്രിട്ടിക് വർക്കുകളുണ്ട്, അതോടൊപ്പം തന്നെ ജീവചരിത്രങ്ങളും ആത്മകഥകളുമുണ്ട്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സവിശേഷത അതിൽ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റേറ്റീവ് ആണ് എന്നുള്ളതാണ്. കാരണം സിലബസ് ചെറുതാണ്, അതിൽ നിന്ന് ഡൈവേഴ്സായിട്ട് ചോദിക്കുവാനുള്ള സാധ്യതകളും കുറവാണ്. അതുകൊണ്ട് തന്നെ സിലബസ് നന്നായി പഠിച്ച് നന്നായി ഉത്തരമെഴുതി ശീലിക്കുന്ന ഒരാൾക്ക് മലയാളം ലിറ്ററേച്ചറിൽ നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. രണ്ടാമതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് PSIR എന്ന് ഷോർട്ട് ഫോം ഇട്ട് വിളിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻ എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചിട്ടാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ ഓപ്റ്റ് ചെയ്യുന്ന ഓപ്ഷനുകളിൽ ഒന്നാണ് PSIR. മെയിൻസ് എഴുതുന്നവരുടെ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ 2020 കണക്ക് പ്രകാരം 19% കുട്ടികൾ PSIR ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹയസ്റ്റ് നമ്പർ ഓഫ് ടേക്കേഴ്സാണ് PSIR ഓപ്ഷനിലുള്ളത്. ഈ PSIRൻ്റെ ഒരു പ്രത്യേകത, നല്ല കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിലെ ഏത് ചോദ്യത്തെയും ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. PSIR നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് പൊളിറ്റിക്കൽ തിയറി, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ റിലേഷൻ തുടങ്ങിയ ടോപ്പിക്കുകളാണ്. ഒപ്പം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കുറച്ച് ഭാഗങ്ങളും PSIR ഓപ്ഷനിലുണ്ട്. വളരെ വിസ്തൃതമാണ് ഇതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ. അതുകൊണ്ട് തന്നെ ഒരു മദർ ഡിസിപ്ലിൻ എന്ന് PSIRനെ പലപ്പോഴും പലരും വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ജനറൽ സ്റ്റഡീസ് പ്രിപ്പറേഷനിലാണ്. പ്രിലിംസിന് വരുന്ന ഏകദേശം 15 ചോദ്യങ്ങളോളം ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നായിരിക്കും. PSIR ഓപ്ഷനിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് പ്രിലിംസിലെ ഈ ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അതോടൊപ്പം തന്നെ മെയിൻസിന് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 എന്ന് പറയുന്നത് ഏറെക്കുറെ PSIRൻ്റെ സിലബസിന് സിമിലറുമാണ്. അതുകൊണ്ട് PSIR ഓപ്ഷനിൽ എടുത്ത ആളുകൾക്ക് ജനറൽ സ്റ്റഡീസിന് ഇതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാം. മൂന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ അടുത്ത കാലയളവിൽ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്ഷനാണ് സോഷ്യോളജി. കഴിഞ്ഞ 6 കൊല്ലത്തെ പോപ്പുലാരിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോപ്പുലാരിറ്റിയിൽ ഒരു ഇടിവും തട്ടാതെ എല്ലാ കൊല്ലവും 1000-ലേറെ കുട്ടികൾ സോഷ്യോളജി എടുത്ത് മെയിൻസ് എഴുതാറുണ്ട്. ഈ സോഷ്യോളജിയിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് സോഷ്യോളജിക്കൽ തിയറി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന ഒന്നാമത്തെ പേപ്പറും രണ്ടാമത്തെ പേപ്പറിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ട്രക്ചറും ക്യാരക്ടറുമാണ്. ഒന്നാമത്തെ പേപ്പറിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സോഷ്യോളജിക്കൽ തിയറി, ഫാമിലിനെ കുറിച്ച്, കിൻഷിപ്പിനെ കുറിച്ചിട്ട്, സോഷ്യൽ മൊബിലിറ്റിയെ കുറിച്ചിട്ട് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. രണ്ടാമത്തെ പേപ്പറിലാവട്ടെ ഈ തിയറിയുടെ ആപ്ലിക്കേഷൻസ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് പഠിക്കുന്നത്. കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, പൊളിറ്റിക്കൽ മൊബിലിറ്റിനെ കുറിച്ചിട്ട്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് സൊസൈറ്റിയെ മാറ്റുന്നത്, മൈഗ്രേഷൻ പോലെയുള്ള കൺസെപ്റ്റുകൾ, ഇതൊക്കെയാണ് സോഷ്യോളജിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സബ്ജക്റ്റ് മാറ്ററായിട്ട് വരുന്നത്. സോഷ്യോളജിയുടെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയാനും അതിനെ അനലൈസ് ചെയ്യുവാനുമുള്ള ഒരു കൗതുകം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യോളജി നല്ലൊരു ഓപ്ഷനാണ്. വളരെ ചെറിയ ഓപ്ഷണൽ സിലബസുമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. മാത്രവുമല്ല, സിവിൽ സർവീസ് പരീക്ഷയിൽ ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നല്ല രീതിയിൽ ആൻസർ എഴുതാനും സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന GS2 ഭാഗത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയും ചെയ്യും സോഷ്യോളജി ഓപ്ഷണൽ. നാലാമതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. 2017-ലും 2020-ലും സിവിൽ സർവീസ് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആന്ത്രപ്പോളജി ഓപ്ഷനിൽ തിരഞ്ഞെടുത്ത ആളുകളായിരുന്നു.
സോഷ്യോളജി പോലെ തന്നെ കൺസിസ്റ്റൻ്റ്ലി കഴിഞ്ഞ 5 കൊല്ലങ്ങളിൽ സക്സസ് റേറ്റ് 8-ന് മുകളിൽ നിലനിർത്തുന്ന ഒരു ഓപ്ഷണലാണ് ആന്ത്രപ്പോളജി. ആന്ത്രപ്പോളജിയുടെ ഒന്നാമത്തെ പേപ്പറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫിസിക്കൽ ആന്ത്രപ്പോളജിയാണ്. ഇതിൽ ഭൂരിഭാഗം ടോപ്പിക്കുകളും ജെനറ്റിക്സ് ആയിട്ടും ബയോളജിയുമായിട്ടും ബന്ധമുള്ളതാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ആ പേപ്പറിൽ സോഷ്യോളജിയുടെ കുറച്ച് എലമെൻസും ഉണ്ടാവും. പേപ്പർ 2 വരുമ്പോൾ പേപ്പർ 1 പഠിച്ച കാര്യങ്ങളുടെ റിപ്പീറ്റേഷനോ ആപ്ലിക്കേഷനോ ആണ് പ്രധാനമായിട്ടും വരിക. ഇതിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. അതിൽ തന്നെ പകുതിയോളം ഭാഗം ട്രൈബൽ ആന്ത്രപ്പോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ രീതിയിലാണ് ആന്ത്രപ്പോളജി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ആന്ത്രപ്പോളജി ഓപ്ഷൻ പഠിക്കുന്നതിന് ബയോളജി +2 പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് +2 ബയോളജിയുടെ ജെനറ്റിക്സ്, ഇവല്യൂഷൻ തുടങ്ങിയ കൺസെപ്റ്റുകളെക്കുറിച്ച് ഒരു മുൻ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ പല കൺസെപ്റ്റുകളും ആന്ത്രപ്പോളജിയിൽ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആന്ത്രപ്പോളജിയുടെ സിലബസ് 5-6 മാസം കൊണ്ട് കംഫർട്ടബിളി തീർക്കാൻ പറ്റുന്നതാണ്. കേവലം കോച്ചിങ് മെറ്റീരിയലും അതോടൊപ്പം തന്നെ കുറച്ച് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്താൽ ആന്ത്രപ്പോളജി മാനേജ് ചെയ്യാം. സ്കോറിംഗ് ആയ പേപ്പറുമാണ്. 5-മതായി ഞാൻ പരിചയപ്പെടുത്തുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. മുമ്പ് വളരെ പോപ്പുലറായിരുന്ന ഒരു ഓപ്ഷനാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. എന്നാൽ ഈ കാലയളവിൽ ചെറിയൊരു പോപ്പുലാരിറ്റിക്ക് ചെറിയൊരു ഇടിവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന് തട്ടിയിട്ടുണ്ട്. എങ്കിലും സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു കരിയറായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി സ്റ്റഡിയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലുള്ളത്. എങ്ങനെ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ. ഗവൺമെൻറ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ മറ്റൊരു വാക്ക് തന്നെ. ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഒന്നാമത്തെ പേപ്പറിൽ നിങ്ങൾക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ തിയറീസാണ് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നതെന്നും അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് അക്കൗണ്ടബിലിറ്റി, എന്തൊക്കെയാണ് കൺട്രോൾ മെക്കാനിസംസ്, സിവിൽ സർവീസ് എന്തെല്ലാമാണ്, പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ പേപ്പറിൽ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ പേപ്പറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. പ്രധാനമായിട്ടും ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അർബൻ ഡെവലപ്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ വർക്കിംഗ്, അതിൻ്റെ ഇവല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ പേപ്പറിൽ പരിചയപ്പെടുത്തുന്നു. ചില കൺസെപ്റ്റുകളിലുള്ള അടിസ്ഥാനപരമായൊരു ക്ലാരിറ്റിയും അതോടൊപ്പം തന്നെ ബ്യൂറോക്രസി എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഒരു ഗവൺമെൻറ് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കൗതുകമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു ഓപ്ഷണലായിട്ട് തിരഞ്ഞെടുക്കാം. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സയൻസ് ഓപ്ഷണൽ പേപ്പറാണ്, സുവോളജി. സുവോളജി എടുക്കുന്നവർക്ക് പല പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, ഈ പേപ്പർ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനും ഉപയോഗിക്കാം എന്നുള്ളതാണ്. മറ്റൊരു ഓപ്ഷണൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള, പ്രത്യേകിച്ച് ബയോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള പലർക്കും സുവോളജി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഫാർമസിയോ മൈക്രോബയോളജിയോ അല്ലെങ്കിൽ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡൊമെയിനിലാണ് നിങ്ങൾക്കൊരു എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രീവിയസ് എഡ്യൂക്കേഷൻ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു MBBS ഫീൽഡിൽ നിന്നുള്ള ഒരാളാണ്, ഇങ്ങനെയുള്ള പല ആളുകളും സുവോളജി ഓപ്ഷണലായിട്ട് എടുക്കാറുണ്ട്. സുവോളജിയിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ആനിമൽ കിങ്ഡത്തെക്കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ ഇക്കോളജിയെക്കുറിച്ചിട്ടുമാണ് ഒന്നാമത്തെ പേപ്പറിലുള്ളത്. രണ്ടാമത്തെ പേപ്പറിലേക്ക് വരുമ്പോൾ ഫിസിയോളജി, സർക്കുലേഷൻ, അതോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റൽ ബയോളജി, ഇവല്യൂഷണറി ബയോളജി, ബയോ കെമിസ്ട്രി തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സുവോളജിയുടെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഡയഗ്രാം വരയ്ക്കാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടുമെന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷത്തെ സക്സസ് റേറ്റ് എടുത്തു നോക്കുമ്പോൾ 10% സക്സസ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് സുവോളജി എന്ന് പറയുന്നത്. കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ 4ാം റാങ്കും 11ാം റാങ്കും 34ാം റാങ്കും ഒക്കെ സുവോളജി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിന്നാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. 7-മതായി ഞാൻ പരിചയപ്പെടുന്നത് ഹിസ്റ്ററി ഓപ്ഷണലാണ്. UPSCയിൽ വളരെ പോപ്പുലറായിട്ടുണ്ടായിരുന്ന ഒരു ഓപ്ഷനായിരുന്നു ഹിസ്റ്ററി ഓപ്ഷണൽ. എന്നാൽ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഹിസ്റ്ററി എടുക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ നല്ല കുറവ് വന്നിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു സക്സസ് റേറ്റാണ്. കഴിഞ്ഞൊരു 5 കൊല്ലങ്ങളിലെ സക്സസ് റേറ്റ് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-6% മാത്രമാണ് ആവറേജ് സക്സസ് റേറ്റ് ഹിസ്റ്ററിക്ക് ഉള്ളത്. ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ പേപ്പറിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യയാണ്. അതിനുശേഷം രണ്ടാമത്തെ പേപ്പറിലേക്ക് വരുമ്പോൾ മോഡേൺ ഇന്ത്യയും വേൾഡ് ഹിസ്റ്ററിയും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം വളരെ വാസ്റ്റാണ് അതിൻ്റെ സിലബസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. എന്നാൽ അതേസമയം വളരെ താല്പര്യത്തോടു കൂടി ഹിസ്റ്ററി പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഒത്തിരി പേർക്ക് നല്ല മാർക്ക് കിട്ടുന്നതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഹിസ്റ്ററി ഓപ്ഷനിലെടുത്ത് പഠിച്ചാൽ പ്രിലിംസിനും ഉപകാരപ്പെടും. കാരണം പ്രിലിംസിന് വളരെ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി ഓപ്ഷനിൽ പഠിച്ച ഒരാൾക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ GS പേപ്പർ 1-ലും ആർട്ട് ആൻഡ് കൾച്ചറും അതോടൊപ്പം തന്നെ വേൾഡ് ഹിസ്റ്ററിയും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഓവർലാപ്പിങ്ങിൻ്റെ സാധ്യതയും ഹിസ്റ്ററി ഓപ്ഷണൽ
പഠിക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോയിൽ അവസാനം ഞാൻ പരിചയപ്പെടുത്തുന്നത് ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ജിയോഗ്രഫി വളരെ പോപ്പുലർ ആയിരുന്ന ഒരു ഓപ്ഷനാണ്. 2015 ഏകദേശം 23% ആളുകൾ മെയിൻസ് എഴുതുന്നവരിൽ ജിയോഗ്രഫി ആയിരുന്നു ഓപ്ഷണലായി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ കാലയളവിൽ ജിയോഗ്രഫി ഓപ്ഷനിലെടുത്ത് മെയിൻസ് എഴുതുന്നവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററിയിലേതുപോലെ തന്നെ ജിയോഗ്രഫിയുടെ സക്സസ് റേറ്റ് ഇതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ജിയോഗ്രഫിയുടെ സക്സസ് റേറ്റും ഹിസ്റ്ററിയെ പോലെ തന്നെ 5-6% ആവറേജിൽ ഒതുങ്ങി നിൽക്കുന്നു. എന്നാൽ ജിയോഗ്രഫി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലുമാണ്. കാരണം പല കൺസെപ്റ്റുകളും ഫിസിക്സിൽ നിന്നാണ് വരുന്നത്. കാരണം ജിയോഗ്രഫിയുടെ ഒരു സബ്ജക്റ്റ് മാറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലൈമറ്റോളജി ഉണ്ട്, ഓഷ്യാനോഗ്രഫി ഉണ്ട്, ജിയോ ഫിസിക്കൽ ഫിനോമിനാസിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു കോമൺ സെൻസ്, ഒരു ലോജിക്കൽ സെൻസ്, ഒരു സയൻറ്റിഫിക് ടെമ്പറൊക്കെ ഉള്ള ഒരാൾക്ക് എളുപ്പത്തിൽ ജിയോഗ്രഫി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പേപ്പറിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജിയോഗ്രഫിയും ഹ്യൂമൻ ജിയോഗ്രഫിയും അതോടൊപ്പം തന്നെ റിസോഴ്സ് ജിയോഗ്രഫിയും പോലെയുള്ള സബ്ജക്റ്റുകളും മൊഡ്യൂളുകളുമായിരിക്കും നിങ്ങൾ കൈകാര്യം ചെയ്യുക. ഈ ജിയോഗ്രഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത GS പേപ്പർ 1 മെയിൻസിൽ ജിയോഗ്രഫി ഏകദേശം 50% ക്വസ്റ്റ്യൻസ് ജിയോഗ്രഫിയിൽ നിന്നുണ്ടാവും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രിലിംസിനും ഏകദേശം 10 മുതൽ 12 വരെ ചോദ്യങ്ങൾ ജിയോഗ്രഫിയിൽ നിന്നാണ്. ജിയോഗ്രഫി ഓപ്ഷനിൽ എടുക്കുന്ന ആളുകൾക്ക് സിലബസ് ഇത്തിരി വാസ്റ്റ് ആണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു പ്രയോജനം പ്രിലിംസിനും മെയിൻസിനും കിട്ടുകയും ചെയ്യും. ചില പ്രധാനപ്പെട്ട ഓപ്ഷണൽ സബ്ജക്റ്റുകളിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്തുകയാണ് നമ്മൾ ചെയ്തത്. ഈ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറയുന്ന വസ്തുതകൾ കൂടി കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റിനായിരിക്കണം പ്രാധാന്യം. അതിനുശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം, സിലബസ് നോക്കണം, ഈ ഓപ്ഷനിൽ പഠിപ്പിക്കുന്ന ടീച്ചറോട് സംസാരിക്കണം, ഈ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ളവരോട് പറ്റുമെങ്കിൽ സംസാരിക്കണം, ഈ പരീക്ഷ മുന്നേ എഴുതിയിട്ടുള്ള ഇതേ ഓപ്ഷനിലെടുത്തിട്ട് ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളോടും നിങ്ങൾക്ക് ഇതൊന്ന് ചർച്ച ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൊതുവിൽ എല്ലാ ഓപ്ഷനുകളുടെയും സിലബസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു ഘടന പ്രധാനമായിട്ടും ഒന്നാമത്തെ പേപ്പറിൽ തിയറി ആയിരിക്കും കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. തിയറിറ്റിക്കൽ ഓറിയൻറ്റേഷനാണ് ഒന്നാമത്തെ പേപ്പറിൽ ഉണ്ടാവുക. ആ സബ്ജക്റ്റിൻ്റെ രണ്ടാമത്തെ പേപ്പറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനോ ഇന്ത്യൻ കോണ്ടെക്സ്റ്റോ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. എല്ലാ സബ്ജക്റ്റുകളിലും ഇങ്ങനെ അല്ലെങ്കിൽ പോലും ഏറെക്കുറെ പല ഓപ്ഷണൽ സബ്ജക്റ്റുകളിലും UPSC ഈ പാറ്റേൺ നിലനിർത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എത്രയും വേഗം തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആദ്യം ശ്രദ്ധ വെക്കേണ്ടുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കണം. അതിനുശേഷം ആ ചോദ്യങ്ങൾ ഒരു മെൻറ്ററെ കാണിച്ചിട്ട് ഫീഡ്ബാക്ക് എടുക്കണം. എന്തെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അത് വീണ്ടും റീറൈറ്റ് ചെയ്യണം. ഈ രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് വേണം നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷണൽ കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ടീച്ചറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ ഏകദേശം നല്ല ധാരണ നിങ്ങൾക്ക് ഗ്രാജുവേഷനിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ കോച്ചിങ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ചില കൺസെപ്റ്റുകൾ മനസ്സിലാവുന്നില്ല, കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ ഒരു കോച്ചിങ് ക്ലാസ്സിൻ്റെ ഒരാവശ്യം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കോച്ചിങ് ക്ലാസ്സിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വന്നേക്കും. ലീഡ് IASനെ സംബന്ധിച്ചിടത്തോളം വളരെ സക്സസ് റേറ്റ് കൂടിയ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ മാത്രമാണ് ലീഡ് IASലുള്ളത്. ഇതിൽ മലയാളം ലിറ്ററേച്ചർ ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, PSIR ഉണ്ട്, ആന്ത്രപ്പോളജി ഉണ്ട്, സുവോളജി ഉണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്ഷണൽ സബ്ജക്റ്റുകൾക്ക് സപ്പോർട്ട് തരുന്ന അക്കാഡമിയാണ് ലീഡ് IAS അക്കാഡമി. ഈ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയുമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ലീഡ് IASലേക്ക് ഒരു കോൾ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഈ ഫാക്കൽറ്റിയുമായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് ഉചിതമായ ഒരു തീരുമാനം ആ ഓപ്ഷണൽ സബ്ജക്റ്റിൽ എടുക്കുകയും ചെയ്യാം.